ഇലക്ട്രൽ ബോണ്ടുകളുടെ പട്ടിക പുറത്തു വന്നത്. ഏറ്റവും കൂടുതൽ പണം നൽകിയിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ലോട്ടറി കുംഭകോണം നടത്തിയ സാന്റിയാഗോ മാർട്ടിനാണ്. ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നു ED അന്വേഷണം നേരിടുന്ന കമ്പനികളാണ് ഏറ്റവും കൂടുതൽ ബോണ്ട് വാങ്ങിയിരിക്കുന്നത്. അത് ഭരണകക്ഷിക്കാണ് പോയിട്ടുള്ളത്, അഴിമതിയാണ്. അത് ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ ഏറ്റവും വലിയ ഹീറോ സാന്റിയാഗോ മാർട്ടിനാണല്ലോ. അതെ, അങ്ങേരുടെ 2 കമ്പനികൾ മെഗാ എൻ്റർപ്രൈസസും അതിൻ്റെ തന്നെ അസോസിയേറ്റ്സാണ്. കോടിക്കണക്കിന് രൂപയുടെ ബോണ്ട് വാങ്ങിയിരിക്കുന്നത്. ബോണ്ട് വാങ്ങാത്ത മഹാന്മാരാരാണെന്ന് അറിയാമോ? അദാനി, അംബാനി, CPIM പാർട്ടികളിൽ കമ്പനികൾ ഇലക്ട്രിക്കൽ ബോണ്ട് വരെ വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് ആദ്യം കാശ് വാങ്ങിയത് ആരാ? 2 കോടി രൂപ ദേശാഭിമാനിക്ക് വേണ്ടി. ദേശാഭിമാനി. സാന്റിയാഗോ മാർട്ടിനുമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ള ആൾക്കാർ ബോണ്ടും കീണ്ടുമൊന്നും വേണ്ട, ചേട്ടന് കാശ് എത്രയാണെന്ന് വെച്ചാൽ പിടിച്ചോ, ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം. രേഖയില്ല, രേഖയുടെ നമ്മൾ തമ്മിൽ വിശ്വാസമില്ലേ, കാശല്ലേ ഇത്. അല്ല, ബോണ്ടിന് രേഖയുണ്ട്, ഇതിന് രേഖയില്ല. ഇത് ഈ നമ്മുടെ നാട്ടിൻപുറത്ത് പറയില്ല, കാശ് വരും പോകും ചേട്ടാ, സ്നേഹമല്ലേ വലുത്. അതെ അതെ അതെ. ഇതാണ് സാന്റിയാഗോ മാർട്ടിനും CPM തമ്മിലുള്ള ബന്ധം. അന്ന് നമ്മളുടെ അഡ്വക്കേറ്റ് ജയശങ്കർ TV-യിലൊന്നും വരുമായിരുന്നില്ല. അദ്ദേഹം രാജേശ്വരി എന്ന പേരിൽ ഒരു കോളം മാധ്യമത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലം. അപ്പോൾ അന്ന് ഇവർ കാശ് വാങ്ങിക്കഴിഞ്ഞപ്പോൾ ജയശങ്കർ എഴുതിയ ഓർമ്മ എനിക്കുണ്ട്. അതിൻ്റെ അവസാനത്തിലായി രക്തപതാക സിന്ദാബാദ്, രക്തപതാക തണലിൽ വിരിയും സിക്കിം ലോട്ടറി സിന്ദാബാദ്. ഇതായിരുന്നു ജയശങ്കർ എഴുതിയത്. എനിക്ക് ആ പഞ്ച് ലൈൻ ഓർമ്മയുണ്ട്. ഇത്രയൊക്കെ ആയി കഴിയുമ്പോഴാണ് ആൾക്കാർ ഈ രാജേശ്വരി ആരാണ് എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. കാരണം രാജേശ്വരി ഒരു സ്ത്രീയാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഫിനോമിനൽ പൊളിറ്റിക്കൽ ഇൻഫർമേഷനുണ്ട്. ജയശങ്കറിൻ്റെ ഒരു പ്രത്യേകത ആണല്ലോ, ഫിനോമിനൽ മെമ്മറിയാണ് പൊളിറ്റിക്സിൽ. ഈ ഇന്ന സ്ഥലത്ത് പട്ടന്നാണുള്ള ഏത് കോൺസ്റ്റിറ്റ്യുവൻസി ജയിച്ചു അപ്പോൾ ഉത്തരം പറയും. അപ്പോൾ ഈ പ്രത്യേകതയെല്ലാം ഈ ലേഖനങ്ങളിൽ വരുന്നുമുണ്ട്. പക്ഷേ രാജേശ്വരി എന്നാണ് പേര്, ഇനിഷ്യലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാരായത്? അപ്പം ഞാൻ ആദ്യമേ വിചാരിച്ചു നമ്മളെ മാതൃഭൂമിയിലെ രാജൻ ചേട്ടനുണ്ടല്ലോ, P. രാജൻ, അദ്ദേഹം ഇതുപോലെ ഈ കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം എനിക്കിതുപോലെ പഞ്ചിങ് സ്റ്റൈലൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ. രാജൻ ചേട്ടനെ അറിയാവുന്നതുകൊണ്ട് ഞാൻ വിളിച്ചു. രാജൻ ചേട്ടൻ പറഞ്ഞു, ഞാനല്ല മോഹൻദാസ്, വിശ്വസിക്ക്, ഞാനല്ല, എനിക്കിതാരാണെന്ന് അറിയാം. അതൊരു കാലത്ത് വലിയ അന്വേഷണമായിരുന്നു, ആരാണ് രാജേശ്വരി എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ജയശങ്കർ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഈ ഐഡൻറ്റിറ്റി പുറത്ത് വന്നു. അങ്ങനെയാണ് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ രംഗപ്രവേശം. അപ്പോൾ അന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ സാമർഥ്യം കൊണ്ടാണ് ഇപ്പോഴും ഇത് എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നത്. ഈ സിക്കിം ലോട്ടറി സാന്റിയാഗോ മാർട്ടിൻ 2 കോടി രൂപ വാങ്ങിച്ച് ദേശാഭിമാനി വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ഇതുപോലെ ഒരു വിവാദ പരാമർശം ഞാൻ നടത്തി. ഇന്ത്യ വിഷനിലായിരുന്നു ഇതിൻ്റെ ചർച്ച, ഇവർ വാങ്ങിയ കൈക്കൂലിയുടെ ചർച്ച. ഞാൻ പറഞ്ഞു, കൈക്കൂലി വാങ്ങുന്നത് തെറ്റായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ഷെയ്ഡി ക്യാരക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നത് തെറ്റായിരിക്കാം, അതൊക്കെ നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാം. പക്ഷേ ഒരു പത്രത്തിൻ്റെ ജനറൽ മാനേജർ എന്നുള്ള നിലയ്ക്ക് അങ്ങേർക്ക് ഇത് വാങ്ങാതിരിക്കാൻ പറ്റില്ല. അതെ, കാരണം സുനിലിനറിയാമല്ലോ ഒരു പത്രം നടത്താനുള്ള ബുദ്ധിമുട്ട്. പത്രത്തിൻ്റെ കോപ്പികൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് വലിയ ബഹളം നടക്കും. കോപ്പി വർദ്ധിക്കുന്നതോറും പത്രം നഷ്ടത്തിലേക്ക് പോകും. ഇത് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ തലയിൽ കയറില്ല. കാരണം പത്രത്തിൻ്റെ യഥാർത്ഥ കോസ്റ്റിനല്ല പത്രം വിൽക്കുന്നത്, അതിൻ്റെ പകുതി വിലയ്ക്കാണ് പത്രം. 3 വിലയ്ക്കാണ്. ഇന്നിപ്പോൾ ഒരു പത്രം അച്ചടിച്ച് പുറത്തിറങ്ങണമെങ്കിൽ കുറഞ്ഞത് 25 രൂപയെങ്കിലും ആകും. നമ്മൾ കൊടുക്കുന്നത് 7 രൂപയോ മറ്റോ. 12 പേജുള്ളൊരു ബാക്കി ഈ പരസ്യത്തിൽ നിന്ന് വേണം വരാൻ. അത്രയും പരസ്യമൊന്നും കേരളത്തിൽ കിട്ടില്ല. കേരളത്തിൽ എത്ര കമ്പനിയുണ്ട്, വന്നും പോയി ഒരു ജയലക്ഷ്മി സിൽക്സും കല്യാൺ സിൽക്സും വെച്ചിട്ട് എങ്ങനെ കൊഴുപ്പിക്കും? എത്ര പത്രങ്ങൾ, എത്ര ചാനലുകൾ. ഇതാണ് ദാരിദ്ര്യം. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? മാർക്സിസ്റ്റ് പാർട്ടി കൂടി അതിനു മുമ്പ് സംഭവിച്ച ആലോചിക്കണം. അവർക്ക് കിട്ടിയ തട്ട്, അവരുടെ കോട്ടയം എഡിഷൻ പൂട്ടാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ദേശാഭിമാനി എറണാകുളം എഡിഷൻ അടിച്ചിട്ട് കോട്ടയം എന്നതിൽ അച്ചടിക്കുക, എന്നിട്ട് കോട്ടയത്ത് ചെയ്യാം. അങ്ങനെ കുറച്ച് കാലം ഇത് നടന്നു. പിന്നെ അതും നടക്കാതെയായി. ഒടുവിൽ ഇത് ഇട്ട് കളയുന്നതായി. EM ശ്രീധരൻ പറഞ്ഞു, കോട്ടയം എഡിഷൻ ഞാൻ ഏറ്റെടുത്ത് നടത്താമെന്ന് പറഞ്ഞു. 5-6 മാസം അങ്ങേര് അത് നടത്തി, കൈപൊള്ളി, മേലാസകലം പൊള്ളി അങ്ങേരിട്ടു. ഇതെല്ലാം കൂടെ തലയിലിരിക്കുന്ന EP ജയരാജൻ്റെയാണ്. ജനറൽ മാനേജർ EP ജയരാജനാണ്. ജയരാജൻ എന്ത് ചെയ്യും? ഈ ഫൈനൽ ഇതിൻ്റെ ചർച്ച വരുമ്പോഴുണ്ടല്ലോ,
ദേശാഭിമാനിക്ക് നാളെ 1.5 കോടി രൂപയെങ്കിലും ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറയും, എനിക്ക് എൻ്റെ ഷുഗർ ഡൗൺ ആവുന്നു, 9 മണിയായി, എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് കോടിയേരി എണീറ്റ് പോകും, അച്യുതാനന്ദൻ എണീറ്റ് പോകും, പിണറായി വിജയൻ എണീറ്റ് പോകും. ഒരു നേരമായി കഴിയുമ്പോൾ ജയരാജൻ ഒറ്റയ്ക്കാവും. നാളെ ദേശാഭിമാനി ഇറങ്ങുകയും വേണം. എന്തു ചെയ്യും ജയരാജൻ? ഇറങ്ങിയില്ലെങ്കിൽ ജയരാജനെ തൂക്കിലേറ്റും. ജയരാജൻ ഈ കാശ് വാങ്ങും. ഞാനിത് ഇന്ത്യ വിഷനിൽ അങ്ങ് പറഞ്ഞു, ദിസ് ഈസ് ദ സിറ്റുവേഷൻ ഒരു പത്രത്തിൻ്റെ. ഇനി നിങ്ങൾ ജയരാജനെ തൂക്കിലേറ്റുക എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറയും. അപ്പം ഞാൻ RSSകാരനാണല്ലോ. RSSകാരൻ, CPM, എൻ്റെ സുഹൃത്തുക്കളും ശത്രുക്കളും എല്ലാവരും കൂടെ ഇന്നും എൻ്റെ പടലേക്ക് കയറുന്നുണ്ട്. ആ കാര്യം ആൾക്കാർ മറന്നു. ഇന്ന് പുതിയ കാര്യത്തിനാണ്. എന്തുമായിക്കോട്ടെ, ഞാൻ പറഞ്ഞു ഇതാണ് സത്യാവസ്ഥ, ഇത് നിസ്സഹായാവസ്ഥയാണ്. ബട്ട് ഇവർ വാങ്ങി, ഇവർ തമ്മിൽ ക്ലോസ് റിലേഷനുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആവശ്യമില്ല. ഇലക്ട്രൽ ബോണ്ട് ഇപ്പോഴും ECIയിലുണ്ടല്ലോ. നിങ്ങൾക്ക് സോഴ്സ് ഇല്ലാതെ പണം കിട്ടിയെന്ന് നിങ്ങൾക്ക് കാണിക്കാം. അൺനോൺ സോഴ്സ് 20 കോടി രൂപ, നോൺ സോഴ്സ് ഞങ്ങൾ കൂപ്പണൊക്കെ അടിച്ചത് 8 കോടി രൂപ, ഇങ്ങനെ എഴുതി കൊടുക്കാം ECIക്ക്. ഇത് കൂടാതെ എൻ്റെ അളിയൻ തന്നത്, അങ്ങനെയാണ് 10 കോടി രൂപ DMK എന്ന് മേടിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, CPM 10 കോടി, CPI 15 കോടി. സ്റ്റാലിൻ ഇത് ഇലക്ഷൻ കമ്മീഷൻ എഴുതി കൊടുത്തു, ഞാൻ ഇന്നവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവർ സമ്മതിക്കുകയും ചെയ്തു. സീതാറാം യെച്ചൂരി അതെ ഞങ്ങൾ വാങ്ങി, ഞങ്ങൾ കാശില്ല, ഞങ്ങളുടെ ഘടകകക്ഷിയാണ്, അങ്ങേര് തന്നു, ഞങ്ങൾ വാങ്ങി, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ലീഗലി ദാറ്റ് ഈസ് ഓക്കെ, മോറലി അത് ഓക്കെ ആണോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇങ്ങനെയാണ് ഈ ഇലക്ഷന് കാശുണ്ടാക്കുന്നത്. അതുകൊണ്ട് CPIM ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേറ്റവും വലിയ കള്ളൻ CPM ആണെന്ന് വിചാരിക്കണം. ബാക്കിയുള്ളവർ കുറഞ്ഞ നോക്ക്, കോൺഗ്രസിനേക്കാൾ കൂടുതൽ തുക തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട് ബോണ്ട് വഴി. അതിനർത്ഥം എന്താ? തൃണമൂൽ കോൺഗ്രസ് കമ്പാരിറ്റീവ്ലി ട്രാൻസ്പെറൻ്റ് ആണെന്നാണ്. താരതമ്യേന ഇവരെക്കാൾ മെച്ചമാണ് മമതാ ബാനർജി. അത് അവർ കൂടുതലും ഇലക്ട്രൽ ബോണ്ട് ഇത് വാങ്ങിയിരിക്കുന്നു. ബിജു ജനതാദൾ ഇലക്ട്രൽ ബോണ്ട് ഇത് വാങ്ങിയിരിക്കുന്നു. സ്റ്റാലിൻ ഇലക്ട്രൽ ബോണ്ട് ഇത് വാങ്ങിയിരിക്കുന്നു. അവർക്കൊന്നും ഇല്ലാത്ത മഹത്വം CPIMനുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? CPM ചെയ്ത് ഇലക്ട്രൽ ബോണ്ട് പോലും തൊടാതെ കാശ് വാങ്ങി എന്നുള്ളതാണ്. ഇത് BJPക്കും ചെയ്യാമായിരുന്നു. BJP ചെയ്തില്ല. ആവുന്നിടത്തോളം ട്രാൻസ്പെറൻ്റായി. BJP ഇത് വാങ്ങിച്ചിട്ടുണ്ട്, അൺനോൺ സോഴ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോഴും എല്ലാവരും വാങ്ങുന്നുണ്ട്. അൺനോൺ സോഴ്സ്, നോൺ സോഴ്സ്, ഇലക്ട്രൽ ബോണ്ട്. പിന്നെ ഇതൊന്നുമില്ലാതെ ബക്കറ്റ് പിരിവ്. പിന്നെ ഉണ്ട് ചെവിപ്പിരിവ് എന്ന് പറഞ്ഞാൽ അത് ഈ ലോക്കൽ നേതാക്കളാണ്. മണ്ഡലം കമ്മിറ്റി പ്രസിഡൻ്റ് അത് ഇതൊക്കെ കടയിൽ പോയിട്ട് മുതലാളി ഒന്ന് വന്ന് ചെവിയിലെന്തോ ഇങ്ങനെ പറയും. അപ്പോൾ പുള്ളി പെട്ടി തുറന്നിട്ട് കുറച്ച് കാശെടുത്ത് കൊടുക്കും. അത് 2000 ആകാം, 5000 ആകാം, എത്രയാണെങ്കിലും അതങ്ങ് കൊടുക്കും. അതയാളുടെ പോക്കറ്റിൽ ഒരു കണക്കുമില്ല. അങ്ങേരുടെ ഓട്ടത്തിലുള്ള കാശാണ്. അപ്പം ഇതിനും ഈ കടക്കാരൻ ഒരു തുക മാറ്റി വെച്ചിട്ട് അങ്ങേർക്കറിയാം ഈ രസീതുമൊക്കെ വെച്ചുള്ള പിരിവ്, ഔദ്യോഗിക പിരിവ്. ഇത് കഴിയുമ്പോൾ ഈ ലോക്കൽ പാർട്ടി വരുമെന്നും ഇവരെന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഇവൻ ശല്യം ചെയ്യുമെന്നും കടക്കാരനറിയാം. അതുകൊണ്ട് അതിനൊരു തുക മാറ്റി വയ്ക്കും. ഈ ചെവിപ്പിരിവ് ആദ്യം കേൾക്കുക. ആ ചെവിപ്പിരിവ് എന്ന് പറഞ്ഞു പിരിവുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ നടക്കുകയും ഞാൻ പറയുന്നത് നാട്ടിലിറങ്ങി ജനങ്ങളുടെ ഇടയ്ക്ക് നടന്നു കഴിഞ്ഞാൽ ഇത്തരം തമാശകളൊക്കെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ സിസ്റ്റം ഓടുന്നത്. നമ്മൾ വിചാരിക്കും ഇത് കേരളം അങ്ങ് സ്തംഭിച്ചു നിന്നു, ഒന്നുമില്ല. ഇതിനൊക്കെ പെർഫെക്റ്റായ ഒരു സിസ്റ്റമുണ്ട്. ഒരിടത്തല്ലെങ്കിൽ ഒരിടത്ത് നമ്മൾ കൊടുക്കുന്ന കൈക്കൂലി അത് ഈ സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. കാര്യം നടക്കാൻ കൈക്കൂലി കൊടുക്കണ്ടേ? കൊടുക്കണ്ടെന്നൊക്കെ പറയും. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അത് നരേന്ദ്രമോദി കറപ്റ്റ് അല്ല എന്നേ അർത്ഥമുള്ളൂ. ഇവിടെ പഞ്ചായത്ത് ഓഫീസിൽ കറപ്ഷൻ ഇല്ല എന്നർത്ഥമുണ്ടോ അതിന്? സ്വാഭാവികമാണ്. ഈ എല്ലാ പാർട്ടികൾക്കും സംഭാവന കൊടുക്കും, ഭരണത്തിലുള്ള കക്ഷിക്ക് കൂടുതൽ കൊടുക്കും. അതാണ് BJPയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഭരണത്തിലുള്ള എല്ലാ കക്ഷികൾക്കും, ഇപ്പോൾ തൃണമൂലിന് കോൺഗ്രസിനേക്കാൾ കൂടുതൽ വന്നതിൻ്റെ കാരണം അവരുടെ സ്വാധീനവും ഒരു വലിയ സ്റ്റേറ്റിൻ്റെ ഭരണത്തിലിരിക്കുന്നു എന്നത് കണക്കാക്കിയായിരിക്കാം. ഒരുപക്ഷെ ഭാവി പ്രധാനമന്ത്രി ആയേക്കാം മമത എന്നുള്ള സാധ്യത രാഹുലിനേക്കാൾ കൂടുതൽ മമതയ്ക്കും കൽപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അഴിമതിയാണ് നടന്നതെങ്കിൽ അതിൽ BJP മാത്രമാണ് കുറ്റം എന്ന് പറയുന്ന ഒരു നാരേറ്റീവ്. ഇതിൽ അഴിമതിയൊന്നുമില്ലെന്ന് ഞാൻ പറയട്ടെ. ഇപ്പോൾ ഈ ED അന്വേഷണം അതാണ്. സുനിൽ എനിക്ക് 100 കോടി രൂപ തന്നു. സുനിലിൻ്റെ കമ്പനിയിൽ ഞാൻ ED റെയ്ഡ് നടത്തുന്നു. അതിനൊരു അർത്ഥമുണ്ട്. തന്ന 100 കോടി പോരാ, അതുകൊണ്ട് മോഹൻദാസ് റെയ്ഡ് ചെയ്യിച്ചു. ഇനി റെയ്ഡ് ചെയ്യിച്ചില്ല എന്ന് വെച്ചോ, 100 കോടി കിട്ടി, അതുകൊണ്ട് റെയ്ഡ് ചെയ്യിച്ചില്ല. ഇനി ഈ കാശ് തരുന്നതിന് മുമ്പ് ഞാൻ ED റെയ്ഡ് ചെയ്യിച്ചു എന്ന് വെച്ചോ, കാശ് കിട്ടാനായിട്ട് ED റെയ്ഡ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ തന്നിട്ട് റെയ്ഡ് ചെയ്തില്ലെങ്കിൽ തന്നതുകൊണ്ട് ചെയ്തില്ല, അങ്ങനെയും പറയാം.
തന്നിട്ട് റെയ്ഡ് ചെയ്താൽ തന്നതുകൊണ്ട് റെയ്ഡ് ചെയ്തില്ല, തന്നിട്ടും റെയ്ഡ് ചെയ്താൽ തന്നത് പോരാഞ്ഞിട്ട് റെയ്ഡ് ചെയ്തില്ല, തരുന്നതിന് മുമ്പ് റെയ്ഡ് ചെയ്താൽ കിട്ടാൻ വേണ്ടി റെയ്ഡ് ചെയ്തു. എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഇ ഡി റെയ്ഡ് ഇതുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ വാദത്തിന് വല്ല അർത്ഥമുണ്ടോ? എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഇ ഡി റെയ്ഡ് പൊളിറ്റിക്കലാണെന്ന് പറയാം. അതുകൊണ്ട് ദാറ്റ് ഈസ് നോട്ട് ടെനബിൾ. അത് നിലനിൽക്കുന്നൊരു ആർഗ്യുമെൻ്റ്. എല്ലാവരും വാങ്ങി, എന്നിട്ട് ബി ജെ പി എന്ന് പറയുന്നല്ലോ. ഈ അവരുടെയൊക്കെ വിജിലൻസുകാർ ഇവിടെയൊക്കെ റെയ്ഡ് ചെയ്തു, ഇതൊക്കെ നോക്കണം. GSTക്കാരെ ഇവിടെ റെയ്ഡ് ചെയ്തു, ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതേ ആരോപണം ഇവർക്കെതിരെ ഉന്നയിക്കാൻ പറ്റും. ഇവർക്ക് കൊടുത്തതുകൊണ്ട് റെയ്ഡ് ചെയ്യിച്ചു എന്ന് പറയാം. അത് എപ്പോൾ ചെയ്ത് കഴിഞ്ഞാലും അത് പൊളിറ്റിക്കലാണെന്ന് പറയാം, കാശ് കിട്ടാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയാം. കേസെടുക്കാനും നമ്മൾ പോലീസിന് കാശ് കൊടുക്കണം, കേസ് എടുക്കാതിരിക്കാനും പോലീസിന് കാശ് കൊടുക്കണമല്ലോ. അപ്പോൾ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ കേസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാം. കനൽ ഒരു തരി മാത്രമുള്ള വളരെ ചെറിയൊരു പാർട്ടിയാണ് CPM. എന്തിനായിരിക്കും ഇതിനു വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ച കേസ് കൊടുത്തതും ഇത് പരസ്യപ്പെടുത്തണം, ഇന്ന് നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞത്? ഇപ്പോൾ നോക്കൂ, അവരുടെ ആർഗ്യുമെൻ്റ് എന്താ? ഞങ്ങൾ 10 പൈസ വാങ്ങിയിട്ടില്ല, ഞങ്ങൾ 10 പൈസ വാങ്ങിയിട്ടില്ല, ഇവന്മാർ മുഴുവൻ മേടിച്ചു തല്ലിപ്പൊളികൾ, ഞങ്ങൾ രാജാ ഹരിശ്ചന്ദ്രൻ. അതുകൊണ്ട് ഇവർക്ക് എന്താ ഗുണം? രാജാ ഹരിശ്ചന്ദ്രൻ ഈ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ? അല്ല, ആയിക്കോട്ടെ. എന്നാലും കേരളം രക്ഷിക്കാനാണ് ഇവർ പാടുപെടുന്നത്. കേരളം വിട്ടുകഴിഞ്ഞാൽ ഈ ചുവന്ന കൊടി എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിലേ ഉള്ളൂ. അതുമില്ല, സിഗ്നലാ കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ളത് കേരളമെങ്കിലും രക്ഷിച്ചെടുക്കണ്ടേ? കണ്ണിൽ പൊടിയിടാനൊരു ആർഗ്യുമെൻ്റെങ്കിലും വേണ്ടേ? അതിനാണ് ഇലക്ട്രൽ ബോണ്ട് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് തുടങ്ങിയത് അവരാണ്, അത് മലയാളികൾക്ക് അറിയാം എന്നുള്ളത് അവർ മറന്നു കളയുന്നു, അല്ലെങ്കിൽ സൗകര്യപൂർവ്വം മറക്കുന്നു. ഇപ്പോൾ കോടതിയിൽ ഇന്ന് വീണ്ടും ഹർജി വരുന്നുണ്ട്. എന്തായിരിക്കും ശരിക്കും ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്തായിരിക്കും? അല്ല, അപ്പോൾ കോടതിയിൽ ഹർജി വരുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ അല്ലേ, അവരുടെ റെക്കോർഡ് തിരിച്ചു കിട്ടാൻ. അല്ല, പുതിയ ഇത് ട്രാൻസ്പെറൻ്റ് അല്ല, വിവരങ്ങൾ മറച്ചു വെച്ചു എന്ന് പറഞ്ഞ് പുതിയ ഹർജി ഇന്ന് വരുന്നുണ്ടെന്ന് കേൾക്കും. വന്നോട്ടെ, ഇനി എന്തെങ്കിലും വരാൻ. കാരണം നേരത്തെ തന്നെ SBI പറഞ്ഞതാണ്, കൊടുത്തവരുടെ ലിസ്റ്റ് ഞങ്ങൾ തരാം, തുക തരാം, വാങ്ങിയ ഇവരുടെ ലിസ്റ്റും തരാം, പൊളിറ്റിക്കൽ പാർട്ടികളുടെ. പക്ഷേ ഇത് കണക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സമയം വേണം, ഇതാണ് അവർ പറഞ്ഞത്. അപ്പോൾ കോടതി പറഞ്ഞ് കണക്ഷനൊന്നും വേണ്ട, തന്നെ എല്ലാ സാധനവും കൂടെ അങ്ങ് വെബ്സൈറ്റിലിടുന്നു. എല്ലാ സാധനവും വെബ്സൈറ്റിലിട്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ കാശ് തൃണമൂലിന് പോയോ BJPക്ക് പോയോ കോൺഗ്രസ്സിന് പോയോ എന്നറിയാൻ പറ്റാത്തത്. ഇത് അറിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, സാന്റിയാഗോ മാർട്ടിൻ എന്തെങ്കിലും ഇളവ് ചെയ്തിട്ടുണ്ടോ സർക്കാർ, ഉടനെ അത് എടുത്തിട്ട് അഴിമതി എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാം. എന്നിട്ട് പ്രശാന്ത് ഭൂഷൺ അടുത്ത പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുമായിട്ട് സുപ്രീം കോടതി പോവും. ചന്ദ്രചൂഡ് സന്തോഷത്തോടെ അത് വാങ്ങിച്ചിട്ട് ഹരാസ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഡിസൈൻ. അതുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് ഇത്ര വേവലാതി. അല്ലെങ്കിൽ ജൂൺ 30 ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് ജൂൺ 30 ഡാറ്റ കിട്ടിയിട്ടുണ്ടല്ലോ, വേണമെങ്കിൽ കോടതി തന്നെ ഇരുന്നിട്ട് അത് ടാലിയാക്കട്ടെ. എങ്ങനെ ടാലി ചെയ്യും ഇത് ടാലി? അവർ പറഞ്ഞല്ലോ, SBI പറഞ്ഞല്ലോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ഡാറ്റ അല്ല. കമ്പ്യൂട്ടറൈസ്ഡ് ആണോ എന്ന് ചോദിച്ചാലാണ്. ഈ മൂന്നും സെപ്പറേറ്റ് ആണ്. ഇത് തമ്മിൽ ഇതിൻ്റെ ബോണ്ടിൻ്റെ ഒരു സീരിയൽ നമ്പർ, പ്രത്യേക നമ്പർ, അത് ഹൈഡ് ചെയ്തു അത് വെച്ചിട്ട് അത് യോജിപ്പിച്ചെടുക്കണം. അതിന് സമയം ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, സുപ്രീം കോടതി ഇത് അർജൻറ്റായിട്ട് വേണം എന്ന് പറയാൻ കാര്യം എന്താ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. വാട്ട് ഈസ് ദ റീസൺ? ജൂൺ 30 ഞങ്ങൾ തരാമെന്ന് അവർ പറയുന്നു. ജൂൺ 30 കിട്ടിയാൽ പോരെ? എന്താ അതിന് മുമ്പ് ഇപ്പോൾ കിട്ടണം എന്ന് പറയാൻ? ദാറ്റ് ഈസ് പൊളിറ്റിക്സ്. Supreme Court is playing politics in this. Otherwise, any sensible court would have been giving time to SBI. അപ്പോൾ ഇവർ ബഹളം വയ്ക്കും, കപിൽ സിബലൊക്കെ. നിങ്ങളുടെ എന്താ ഉദ്ദേശം? എന്താ വാട്ട് ഈസ് യുവർ അർജൻസി? ഈ 2017 മുതലോ മറ്റോ തുടങ്ങിയതാണല്ലേ ഇലക്ട്രൽ ബോണ്ട്. ഇപ്പോൾ 2024 മാർച്ചിൽ തന്നെ ഇത് കിട്ടണമെന്നുള്ള വാശി എന്താ? ഏപ്രിൽ മെയ് ജൂണിൽ അവർ തരാം. സ്വാഭാവികമായും കോടതി ചോദിക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അർജൻസി എനിക്ക് മനസ്സിലായിട്ടില്ല. ആൻഡ് കോർട്ട് ഹാസ് നെവർ എക്സ്പ്ലെയിൻ ദ അർജൻസി. ജനാധിപത്യം സംരക്ഷിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജനാധിപത്യമൊന്നും ഇതുകൊണ്ട് സംരക്ഷിക്കപ്പെടുന്നില്ല. കോർട്ടിനും അറിയാം, ഈ ഇലക്ട്രൽ ബോണ്ട് വഴി അല്ലാതെ അജ്ഞാത സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പണം വാങ്ങാം ലെജിറ്റിമേറ്റ് ആയിട്ട്. അതെ, യു ക്യാൻ ഷോ ദാറ്റ് അക്കൗണ്ട്സ് ടു ഇലക്ഷൻ കമ്മീഷൻ ഫ്രം അൺനോൺ സോഴ്സ് 100 crores, നോൺ സോഴ്സ് ത്രൂ കൂപ്പൺ 10 crores. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഇറ്റ് ഈസ് ഫുള്ളി ലെജിറ്റിമൈസ്ഡ്. പക്ഷേ ആ 100 crores കള്ളപ്പണമാണ്. ആ കള്ളപ്പണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്. അറ്റ്ലീസ്റ്റ് യു ഹാവ് ആൻ അക്കൗണ്ടിങ്. ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ 1300 കോടി രൂപ കൊടുത്തു. സാന്റിയാഗോ മാർട്ടിന് അയാളുടെ അക്കൗണ്ട്സിൽ 1300 കോടി എന്ന് കാണിക്കാം.
വിച്ച് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് കാണിക്കേണ്ട. ബട്ട് ഇറ്റ് ഈസ് വൈറ്റ് മണി, ബ്ലാക്ക് മണിയല്ല. അതുകൊണ്ട് സർക്കുലേഷനിലിരിക്കുന്ന ബ്ലാക്ക് മണി ഒന്ന് കുറയ്ക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്. മറ്റേ കൊള്ള നിർത്തിയിട്ടില്ല. ഏത് അജ്ഞാത സോഴ്സിൽ നിന്ന് വാങ്ങിക്കോ, കുറ്റിയടിച്ച് പിരിവ്. ബട്ട് കുറച്ച് പേരെങ്കിലും ഇലക്ട്രൽ ബോണ്ടിലേക്ക് മാറിയല്ലോ. BJP മാറി, കോൺഗ്രസ് മാറി, തൃണമൂൽ മാറി, ബിജു ജനതാദൾ മാറി, DMK മാറി, മിക്കവാറും എല്ലാവരും മാറി. എന്നാൽ സ്റ്റിൽ അവരുടെ കുറച്ച് ബ്ലാക്ക് മണി അവരുടെ ഉണ്ടാവും, ഇരിക്കട്ടെ. എന്നാലും ബ്ലാക്ക് മണിയുടെ ഇത് സർക്കുലേഷൻ സാരമായിട്ട് കുറഞ്ഞു ഈ ഇലക്ട്രൽ ബോണ്ട് കാരണം. ഇത് ഈ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു മന്താണ് ഇലക്ഷൻ എക്സ്പെൻസ്. എവരിബഡി നോസ് ഇത്ര ഹ്യൂജ് എക്സ്പെൻസസ്. ഞാൻ സുനിലിനോട് പറയട്ടെ, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDF, UDF, BJP തിരുവനന്തപുരത്ത് ചിലവാക്കിയതിൻ്റെ തുക ഞാൻ പറയാം. 20, 16, 14 ആരെത്ര എന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അതിന് സുപ്രീം കോടതി ചോദിക്കുമ്പോൾ വെളിപ്പെടുത്തിക്കോളാം ഞാൻ. 20, 16, 14 കോടിയാണ് ഈ 3 പൊളിറ്റിക്കൽ കോമ്പിനേഷൻസ് തിരുവനന്തപുരത്ത് 2019 ലോക്സഭാ ഇലക്ഷന് മുടക്കിയത്. ഇത്തവണ അത് നോക്കിയോ, ഇറ്റ് വിൽ ഗോ ടു 30 ആൻഡ് മേ ബി 28 ഓർ സോ, ഈ 3 ഫോർമേഷനും. ഇത്രയും ചെയ്താലേ ഒരു ലോക്സഭാ ഇലക്ഷൻ നടക്കുകയുള്ളൂ. ഈ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ നമ്മളെല്ലാവരും സുതാര്യമായിരിക്കണം, കുറയ്ക്കണം, അത് ചെയ്യണം എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഒരു മന്താണ് ജനാധിപത്യത്തിൻ്റെ കാലിലെ. ഈ മന്ത് വേണമെങ്കിൽ ഇടത് കാലിൽ നിന്ന് വലത് കാലിലേക്കോ അവിടെ നിന്ന് ഇങ്ങോട്ടോ ഒക്കെ മാറ്റാം എന്നുള്ളതല്ലാതെ മന്ദായിട്ട് നിലനിൽക്കും. മന്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്. അത് സുപ്രീം കോടതിക്ക് അങ്ങ് പിടിച്ചില്ല. സുതാര്യത ഇയാൾ പറയുന്നു, SBI പറയുന്നു, ഞാനിത് ടാലി ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്ന് തരാം എൻ്റെ പൊന്നെ ജൂൺ 30 മുമ്പ്. പറ്റില്ല, ഇപ്പം വേണം. അതിൻ്റെ ഉദ്ദേശം എന്താ? ഇലക്ഷന് മുമ്പ് ഇത് ചെളിയാക്കണം. അതായിരുന്നു സുപ്രീം കോടതിയുടെ ഉദ്ദേശം, വേറെ ഒരു ഉദ്ദേശവും ഇല്ല. അതർവൈസ് ലെറ്റ് സുപ്രീം കോർട്ട് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദ എമർജൻസി, വാട്ട് ഈസ് ദ അർജൻസി. ആൻഡ് ഇഫ് യു ഫീൽ ദാറ്റ് സം മാനിപ്പുലേഷൻ വിൽ ബി ഡൺ ബൈ SBI, നിങ്ങളൊരു കാര്യം ചെയ്യും, SBIയുടെ സീൽഡ് കവർ കുറേ അധികം ഇലക്ഷൻ കമ്മീഷൻ്റെ സീൽഡ് കവർ കോടതിയിലിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, ഞങ്ങളിൽ വേറൊരു റെക്കോർഡും ഇല്ല, ഞങ്ങളിത് സൂക്ഷിക്കണം എന്നാണ് നിങ്ങളുടെ ഉത്തരവിൽ, മാർച്ച് 10 ഉത്തരവിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അത് തിരിച്ചു തരണം. കോടതി വാങ്ങിച്ചു, എല്ലാം ഇവിടെ കൊണ്ടുപോടാന്ന് പറഞ്ഞു. എന്നിട്ട് മാർച്ച് 10 ഉത്തരവിൽ പറഞ്ഞു ഇത് ഇലക്ഷൻ കമ്മീഷൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. കൈ വെച്ചിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പുതിയ ഹർജി കൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം ഞാൻ സൂക്ഷിക്കണമെന്ന് നിങ്ങൾ ഉത്തരവിട്ടിരിക്കുന്നു, അത് തിരിച്ചു തരണം ഞാൻ സൂക്ഷിക്കണമെങ്കിൽ. അല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനത്തിന് എനിക്ക് സുരക്ഷ ഒരുക്കാൻ പറ്റുകയില്ല. ദിസ് ഈസ് ദ കേസ് വിച്ച് ഈസ് ഗോയിങ് ടു ബി ഫോർ ടുഡേ. അതിന് ഭരണഘടന വെച്ചിരിക്കുന്നത് എന്തൊരു ഫൂളിഷ്നെസ് ആണ് നോക്കി. ഇറ്റ് ഈസ് ഓൺലി എ കറക്ഷൻ പെറ്റീഷൻ എൻ്റെ ദൃഷ്ടിയിൽ. അത് ചീഫ് ജസ്റ്റിസിന് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ഇട്ടാൽ മതി, ഗിവ് ഇറ്റ് ബാക്ക് ടു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, കഴിഞ്ഞു. അതിനെന്തിനാണ് ഭരണഘടന ബെഞ്ചിരിക്കുന്നത്? ഒരു നാടകം നടത്താൻ, ഒരു ഹരാസ്മെൻ്റ് നടത്താൻ, കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ. വിളിച്ചുകൊണ്ട് വാ അറ്റോർണി ജനറൽ വെങ്കട്ടരമണിയെ വിളിച്ചുകൊണ്ട് വാ, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയെ വിളിച്ചുകൊണ്ട് വാ. ഇൻഫാക്റ്റ് ഈ ഭരണഘടനാ ബെഞ്ച് വഹിക്കുന്നതിൻ്റെ 20 ഇരട്ടി ലോഡാണ് ആ വക്കീൽ വെങ്കട്ടരമണി വഹിക്കുന്നത്. സുപ്രീം കോടതി ഇതുപോലെ ഇൻഡയറക്റ്റായിട്ട് രാഷ്ട്രീയം കളിച്ച ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? പലതവണ ഉണ്ടായിട്ടുണ്ട്. അത് തുറന്നു പറഞ്ഞ ഏക വക്കീൽ രാം ജേഠ്മലാനിയാണ്. രാം ജേഠ്മലാനി പണ്ട് ഈ സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. അന്ന് രാം ജേഠ്മലാനി പറഞ്ഞു, ഈ സുപ്രീം കോടതിയിൽ 2 തരം വക്കീലന്മാരുണ്ട്. ഒന്നും ലോ അറിയാവുന്നവർ, വേറൊന്നും ലോ മിനിസ്ട്രി അറിയാവുന്നവർ. തുറന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് വേറൊരു അവസരത്തിൽ ജുഡീഷ്യറിയിലും കള്ളന്മാരുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ജഡ്ജി ചോദിച്ചു, റാം, ഡു യു മീൻ ടു സേ ദാറ്റ് വി ആർ ഓൾ കറപ്റ്റ്? പ്ലെയിനായിട്ട് ചോദിച്ചു. രാം ജേഠ്മലാനി പറഞ്ഞു, ഇഫ് ഐ സേ ദ ട്രൂത്ത് ഇറ്റ് വിൽ ബി കണ്ടംപ്റ്റ്, ഇഫ് ഐ സേ അൺട്രൂത്ത് ഇറ്റ് വിൽ ബി പെർജുറി. ഇതുപോലൊരു ചിരി ജഡ്ജി ചിരിച്ചു വന്നിട്ട് മാറ്ററിലേക്ക് കടന്നു. ഇതൊക്കെ രാം ജേഠ്മലാനിയെ പോലെയുള്ളവർ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ മുഖത്ത് നോക്കിയിട്ട്. എന്തിന് 65% ജഡ്ജിമാർ കള്ളന്മാരാണ്, കറപ്റ്റാണ് എന്ന് ശാന്തിഭൂഷൺ, ഈ പ്രശാന്ത് ഭൂഷൻ്റെ അച്ഛൻ ശാന്തിഭൂഷൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കേസ് വാദിച്ച് അവരുടെ സ്ഥാനം കളയിച്ച ആളാണ് ശാന്തിഭൂഷൺ. രാജനാരായണൻ്റെ വക്കീലായിരുന്നു ശാന്തിഭൂഷൺ. ഈ ശാന്തിഭൂഷൺ 65% ഓഫ് ദ ജുഡീഷ്യറി, അപ്പർ ജുഡീഷ്യറി ഈസ് കറപ്റ്റ്.
ഒരു ജഡ്ജി അതിൽ കയറി പിടിച്ചു. യു കനോട്ട് മേക്ക് എൻ റെസ്പോൺസിബിൾ സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് ദിസ്. ഫയൽ എ റെക്കോർഡ് ഇൻ സീൽ കവർ ഹു ആർ ഓൾ കറപ്റ്റ് ജഡ്ജസ്. ശാന്തിഭൂഷൺ ഒരു സീൽഡ് കവറിൽ ഇതങ്ങ് ഹാജരാക്കി പേര്. ഇന്ന് വരെ ആ സീൽഡ് കവർ തൊട്ടിട്ടില്ല കോടതി. ആൾക്കാരങ്ങ് മറന്നു കളഞ്ഞു ആ സാധനം. ശാന്തിഭൂഷണും ഫർദർ അത് പെർസ്യൂ ചെയ്തില്ല. കാരണം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പരിപാടിയാണ് അത്. അങ്ങനെ ഒരു ഇറസ്പോൺസിബിൾ വക്കീലല്ല ശാന്തിഭൂഷൺ. ബട്ട് ഇത് സഹിക്കാൻ മേലാതായപ്പോൾ പുള്ളി പറഞ്ഞു പോയതാണ്. ഏതായാലും ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇനി എന്താണ് സംഭവിക്കുക, ഇന്നത്തെ കോടതി നടപടികൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ എന്താണെന്ന് ഇന്ന് പല പത്രങ്ങളും ഒളിച്ചു വെച്ച ചില പേരുകളുണ്ട്. അതിലൊന്ന് മുത്തൂറ്റ് ഫിനാൻസ് ആണ്. നമുക്ക് കേരളത്തിലെ കമ്പനികളെ ഏതൊക്കെയാണെന്നാണ് ഞാൻ നോക്കിയത്. ഈ പണ്ടാരം ഒരു പത്രത്തിൽ കണ്ടില്ല മുത്തൂറ്റിൽ 860 പേജുണ്ട് ഈ സാധനം. അത് നോക്കിയെടുക്കണ്ടേ ഏകദേശം. മുത്തൂറ്റ് ഫിനാൻസ് 10 ലക്ഷം ഏതാണ്ട് ഒരു 23 10 ലക്ഷങ്ങളുണ്ട്. അത് ഇവിടെ തന്നെയായിരിക്കും കൊടുത്തത്. എവിടെ കൊടുത്തോ എനിക്കറിയാമല്ല. മുത്തൂറ്റ് ഫിനാൻസ് ഉണ്ട്. അതിൻ്റെ പേര് പറയാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. പിന്നെ ടി സിരീഷ് ബാബു അതാരപ്പാ, ആരാണെന്ന് അറിഞ്ഞൂടാ. മലയാളിയാണെന്ന് തോന്നുന്നു, ലക്ഷണം കണ്ടു. സിരീഷ് ബാബു ആയിരിക്കണമല്ലോ. ഉണ്ണികൃഷ്ണൻ കെ തീർച്ചയായിട്ടും മലയാളി ആയിരിക്കണമല്ലോ. 1 കോടിയുടെ ഒരു ബോണ്ട്, പിന്നെ 10 ലക്ഷത്തിൻ്റെ ഒരു ബോണ്ട്. 1 കോടി 10 ലക്ഷം ഉണ്ണികൃഷ്ണൻ. ആ ഉണ്ണികൃഷ്ണൻ്റെ ഗതികേടാണ് കേട്ടോ. ഈ ഉണ്ണികൃഷ്ണൻ ഏതാണെന്ന് കേരളത്തിലെ സകല പാർട്ടിയെ അന്വേഷിക്കും. ജനതാദൾ വരെ അന്വേഷിക്കും. ആകെ ഒരു ജില്ലാ കമ്മിറ്റി തികച്ചില്ല, അവർ വരെ അന്വേഷിക്കും. എന്നിട്ട് അവരും പറയും എല്ലാവർക്കും എനിക്കും കൂടെ കുറച്ച് കടക്കപ്രതി ഉണ്ടാവില്ല ഉണ്ണികൃഷ്ണൻ. അഡ്രസ്സൊക്കെ കിട്ടുമോ? അതൊക്കെ അവർ കണ്ടുപിടിക്കും. അല്ല, ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാവുമല്ലോ. ഉണ്ടാകും. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വലിയ തമ്പുരാനുണ്ടല്ലോ, ആര്, റോബർട്ട് വാദ്ര, DLF വന്നിട്ടുണ്ട്. ചില പത്രങ്ങൾ എഴുതും, ചിലത് എഴുതില്ല. MRF വന്നിട്ടുണ്ട്. മനോരമ എഴുതില്ല, മാതൃഭൂമി എഴുതും. ഏതോ പത്രങ്ങളിൽ കണ്ടു DLF-ഉം MRF-ഉം കണ്ടു. DLF 1 കോടി വെച്ചെടുത്ത് തീർത്താൽ തീരാത്ത കുറഞ്ഞൊരു 10-30 കോടിയുണ്ട് DLF-ൻ്റെ. ഇതൊക്കെയാണ് ഞാൻ നോക്കിയത്, ഈ പറഞ്ഞ കമ്പനികൾ. പിന്നെ സ്റ്റാർ സിമൻറ്റ് മേഘാലയ. അങ്ങനെ ഈ എത്തിപ്പെടാൻ പറ്റാത്ത ഈ സാന്റിയാഗോ മാർട്ടിൻ നോക്ക്, സിക്കിമാണ്. അതെ, സിക്കിമിലാണ്. സിക്കിം, മേഘാലയ, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ ഈ സ്റ്റേറ്റിലാണ്. ഇവിടെ നിന്നൊക്കെയാണ്. കാരണം അവിടെ ഈ ശ്രദ്ധിക്കപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്, എത്തിപ്പെടാനും ബുദ്ധിമുട്ടാണ്. അവിടുത്തെ ലോക്കൽ നിയമങ്ങളുണ്ടല്ലോ വളരെ ലൂസാണ് താനും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയാണ് ഈ സിക്കിം ലോട്ടറി കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്തത്. അവസാനം ഇവർ തമ്മിൽ തെറ്റി. ഇവർ ചെയ്യുന്ന ഇപ്പം പറയുന്നത് എന്താണെന്നറിയാമോ? സാന്റിയാഗോ മാർട്ടിനും CPM-ഉം തമ്മിൽ ബന്ധമോ? CPM-ൻ്റെ പേരിൽ, തോമസ് ഐസക്കിൻ്റെ പേരിൽ ഇപ്പോഴും സിക്കിമിൽ ഒരു ക്രിമിനൽ കേസ് കിടപ്പുണ്ട്. ഞങ്ങൾ വളരെ ശക്തമായിട്ട് നേരിട്ടു. പക്ഷേ ഇപ്പോഴും ഒരു കാര്യം പറയുന്നില്ല, നിങ്ങൾ ഈ 2 കോടി രൂപ മേടിച്ചത് തിരിച്ചു കൊടുത്തോ ഇല്ല. ആദ്യം നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റാന്ന് പറഞ്ഞു, പിന്നെ കടമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എല്ലാ സഹതാപവും EP ജയരാജനോടുണ്ട്. ദാരിദ്ര്യം കൊണ്ട് മേടിച്ചതാണ്, സാഹചര്യം എനിക്കറിയാം. പക്ഷേ ഇത് തിരിച്ചു കൊടുത്ത് എങ്ങനെ കൊടുത്തു, എവിടെ നിന്ന് കൊടുത്തു? നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ 2 കോടി രൂപ തിരിച്ചു കൊടുക്കാൻ? ദേശാഭിമാനി പെട്ടെന്ന് ലാഭത്തിലായോ? ഈ ചോദ്യത്തിനൊക്കെ CPM ഉത്തരം പറയണം. അല്ലാതെ സിക്കിമിൽ ഈ സാന്റിയാഗോ മാർട്ടിനെ കൊണ്ടൊരു പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ FIR ആയി. തോമസ് ഐസക്കിൻ്റെ പേരിൽ ഒരു FIR ഉണ്ട്, ഞങ്ങൾ അത്ര വഴക്കിലാണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വാസത്തെ ബിൽഡപ്പ് ചെയ്യാൻ. ഇതിനകത്ത് ഏറ്റവും വലിയ തിരിമറി കളിക്കുന്നത് തോമസ് ഐസക്കാണ്. ഈ നോട്ട് നിരോധനം വന്നപ്പോൾ അപസ്മാര സദൃശ്യമായ ബഹളം വെച്ച ഒരു മനുഷ്യൻ തോമസ് ഐസക്കാണ്. ബിക്കോസ് ഹീ ഈസ് കൺട്രോളിങ് ദ ഫൈനാൻസ് ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാർ വേറെ. തെക്കൻ കേരളത്തിൽ ഏറ്റവും അധികം ഫൈനാൻസ് റേസ് ചെയ്യുന്ന ആൾ സജി ചെറിയാനാണ്. അതുകൊണ്ടാണ് ഭരണഘടനയെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേസും കുന്തമൊക്കെ വന്ന് പുള്ളി മുഴുവൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തിരിച്ച് വേറൊരു വാതിൽ കൂടെ കയറിയിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. സജി ചെറിയാനെ അങ്ങനെ ഡിസ്മിസ് ചെയ്യാൻ പറ്റില്ല പിണറായി വിജയൻ. ബിക്കോസ് ഹീ ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫണ്ട് റൈസർ ഇൻ സൗത്ത് കേരള. ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് തോമസ് ഐസക്കാണ്. ഞാനിതൊന്നും ഇല്ലെജിറ്റിമേറ്റ് അല്ലെങ്കിൽ ഇല്ലീഗൽ ഓപ്പറേഷനാണെന്നല്ല പറയുന്നത്. ലീഗൽ ഓപ്പറേഷൻസ് തന്നെ നടത്തുന്ന വ്യക്തികളുടെ പേരാണ് ഞാനീ പറയുന്നത്.
അപ്പോൾ നോട്ട് നിരോധനത്തിൽ വലിയ സമരം CPM നടത്തി. എന്തിനായിരുന്നു? സഹകരണ സംഘങ്ങൾക്ക് നോട്ട് മാറാനുള്ള അനുവാദം കൊടുക്കണം, അതിനായിരുന്നു. അല്ലാതെ ആളുകൾ ക്യൂ നിന്ന് ചത്തുപോകുന്നതിനല്ല. ഞാനും ആദ്യം വിചാരിച്ചാൽ അതായിരിക്കും ഇവരുടെ ഇഷ്യൂ എന്ന്. റിസർവ് ബാങ്കിൻ്റെ മുമ്പിലായിരുന്നു സമരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം, ഈ തോമസ് ഐസക് അവരിവരൊക്കെ ഉണ്ട്. എല്ലാവരുടെയും ആവശ്യം സഹകരണ ബാങ്കുകൾക്ക് നോട്ട് മാറണം. കാരണം സഹകരണ ബാങ്കിൽ കള്ളപ്പണം കിടക്കുന്നു ഇവരുടെ. അത് മാറിയെടുക്കണ്ടേ, പഴയ 1000-ൻ്റെ നോട്ട് മാറ്റണ്ടേ? അതിനുള്ള സൗകര്യം കിട്ടുന്നില്ല. കാരണം ഇവർ റിസർവ് ബാങ്കിനോട് ചോദിച്ചപ്പോൾ റിസർവ് ബാങ്ക് പറഞ്ഞു, നിങ്ങൾ സഹകരണ ബാങ്കോ? ഏത് ബാങ്ക്? ഞങ്ങൾ 3 തവണ പരസ്യം കൊടുത്തിരുന്നു, നിങ്ങൾ ബാങ്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കരുതെന്ന്. യു ആർ നോട്ട് എ ബാങ്ക്, യു ആർ നോട്ട് അണ്ടർ RBI, വി ഡോണ്ട് റെക്കഗ്നൈസ് യു. അല്ല, ഞങ്ങൾ നബാർഡിൻ്റെയാണ്, നബാർഡിൽ പോയി ചോദിക്കുക. നിങ്ങൾക്ക് എല്ലാ പൗരന്മാർക്കും, അന്ന് ഓർക്കണമുണ്ടോ, എല്ലാ പൗരന്മാർക്കും ആഴ്ചയിൽ 4000 രൂപ വീതം മാറാൻ സമ്മതിക്കും. 4000 rupees മാക്സിമം വിച്ച് യു ക്യാൻ വിഡ്രോ ഈസ് 4000 rupees. ആ 4000 രൂപ സഹകരണ ബാങ്കിന് തരാം, അതിൽ കൂടുതൽ തരാൻ പറ്റില്ല. ഇവരോടി ഹൈക്കോടതിയിൽ വന്നു. ആദ്യത്തെ സഹകരണ ബാങ്ക് അവർ ഓടി ഹൈക്കോടതിയിൽ വന്നു. അന്ന് ഞാനും ഹൈക്കോടതിയിലുണ്ട്. ഇൻഫാക്റ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കൗണ്ടർ തയ്യാറാക്കാനായിട്ട് ആ വക്കീൽ എന്നെയും വിളിച്ചിരുന്നു. രാത്രി ഒരു കൗണ്ടർ ഇരുന്ന് തയ്യാറാക്കി. കാരണം ഒരു സിംഗിൾ ജഡ്ജ് ഒരു സ്റ്റേ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഡിമോണിറ്റൈസേഷൻ കംപ്ലീറ്റ് സ്റ്റോപ്പായി പോകും. നോട്ട് എ ജോക്ക്. കാരണം അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ് ഹൈക്കോടതി ജഡ്ജി എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു സംഹൗ എസ്കേപ്പ് ഫ്രം എ സ്റ്റേ ഓർഡർ. ആ രീതിക്ക് പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾ കൗണ്ടറും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയി. റിസർവ് ബാങ്കിൻ്റെ ആളുകൊണ്ട് റിസർവ് ബാങ്കിൻ്റെ വക്കീൽ കൂളായിട്ട് പറഞ്ഞു, യുവർ ലോർഡ്ഷിപ്സ്, ഹൂ ഈസ് ഹി? ഐ ഡോണ്ട് റെക്കഗ്നൈസ്, ഹീ ഈസ് നോട്ട് അണ്ടർ മീ. ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അവരെല്ലാം അവിടെയെല്ലാം നോട്ട് മാറി കൊടുക്കുന്നുമുണ്ട്. ഇതല്ലാതെ ചുമ്മാ പെട്ടിക്കട തുറന്നിട്ട് ഒരാൾ ബാങ്ക് എന്ന് പറഞ്ഞ് പേര് വെച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് നോട്ട് മാറാൻ അവകാശം കൊടുക്കാൻ പറ്റുമോ? നോ. കോടതി എന്ത് ചെയ്തു? അടുത്ത മാസം 15-ാം തീയതി കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി വരട്ടെ എന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചു. പിന്നെ കഥ കഴിഞ്ഞു. ഇതവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി. കാരണം അവർ ഈ ഇലക്ട്രൽ ബോണ്ട് സംഗതിക്ക് ഒന്നും പോയില്ല, മുഴുവൻ ബ്ലാക്കിൽ മേടിച്ചു. അവർ കേസിന് പോയിട്ട്, കാരണം അവർ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മറ്റേതായിരുന്നു നല്ലത്. ഇനിയിപ്പോൾ എല്ലാവരെയും ചീത്ത കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക? ഇപ്പോൾ ADR എന്ന് പറഞ്ഞിട്ടൊരു ഇത് പൊതു താല്പര്യ ഹർജിക്കാരൻ, അതൊരു കറക്ക് കമ്പനിയാണ്. അവരാണ് പെറ്റീഷനുമായിട്ട് പോകുന്നത്. ഇവർ പാരലൽ പെറ്റീഷനുമായിട്ടാണ് CPM പോയിരിക്കുന്നത്. പാരസിറ്റിക് പെറ്റീഷൻ, ഇറ്റിൽ കണ്ണി പെറ്റീഷൻ. അതായത് സുനിൽ ബുദ്ധിമുട്ടിയൊരു കേസ് ഉണ്ടാക്കുമ്പോൾ ഞാനത് കോപ്പി ചെയ്തിട്ട് ഞാനും ഒരു കേസ് കൊടുക്കുക. അപ്പോൾ എനിക്ക് നോട്ടീസ് വരും, എൻ്റെ പേരും വരും. ഇതാണ് CPM സുപ്രീം കോടതി ചെയ്തത്. ADR ആണ് ഇതിനകത്തെ മെയിൻ പെറ്റീഷണർ, അല്ലാതെ CPM ഒന്നുമല്ല. CPM ഇപ്പോൾ ഈ KUWJ നേതാക്കൾ കൂടിയിട്ട് CPMൻ്റെ പേരിങ്ങനെ ഇട്ട് കളിക്കുകയാണ്. അല്ലാതെ അതിൻ്റെ ജഡ്ജ്മെൻ്റ് എടുത്ത് നോക്കിയോ, ADR ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞു. ഇത്തിൽക്കണ്ണി പെറ്റീഷണറാണോ CPM? അതെ, അത് ശരി. CPM കൊടുത്ത ഹർജി എന്നാണ് ചാനലുകൾ പറയുന്നത്. അത് ചാനലുകളൊക്കെ ഇവരുടെ DYFI-കാരല്ലേ ഇരിക്കുന്നത്. SFI, DYFI, ASF ആണ് ഏറ്റവും കൂടുതൽ ചാനലിൽ സംസാരിക്കുമ്പോൾ നമ്മൾ CPM ആണെന്ന് വിചാരിക്കാനില്ല. CPI-കാരാണ് കൂടുതൽ, എണ്ണത്തിൽ കൂടുതൽ CPI ആണ്. പിന്നെ ഉള്ളൂ CPM, പിന്നെ തനി DYFI. ഇപ്പം നമ്മുടെ അഭിലാഷ് മോഹൻ, പുള്ളി അത് ഒളിച്ചു വയ്ക്കാറില്ല. പുള്ളി ഏകദേശം വിളിച്ചാൽ എല്ലാ DYFI യോഗങ്ങളിലേക്ക് പോകും, അത് ഇതൊക്കെ. ബട്ട് ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ നരേറ്റീവിൽ അദ്ദേഹം ഈ CPM കൊണ്ടുവരുമെങ്കിലും മറ്റ് രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യില്ല. ഒരാൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക, മൈക്ക് ഓഫ് ചെയ്യുക, ഇതുപോലത്തെ തറ വേലകൾക്ക് പോകാറില്ല. അപ്പോൾ എൻ്റെ അറിവിൽ അഭിലാഷ് മോഹനാണ് ഒളിച്ചു വയ്ക്കാതെ തുറന്ന് പരസ്യമായി സമ്മതിക്കുന്ന ആൾ. പിന്നെ ഓഫ് കോഴ്സ് നികേഷ് കുമാർ പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് വരെ. ബാക്കിയുള്ളതിൽ കൂടുതലും AISF-കാരാണ്. അതുകൊണ്ട് നോക്കൂ, വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, CPI-യെ വലിയ പുണ്യവാളന്മാരായിട്ടല്ലേ കേരളത്തിൽ വെച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ തെമ്മാടിത്തരൊക്കെ കാണിക്കുന്നത് CPM ആണ്. CPM-നെ ചട്ടിയിലിട്ട് വറുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. CPI-യെ വറക്കുമോ? ഇതുപോലെ വറക്കില്ല. CPI ഭരണത്തിലിരിക്കുകയാണ്. അവരുടെ വീഴ്ച ഒരുപാടുണ്ടാകുന്നുണ്ട്. സപ്ലൈകോയിൽ സാധനമില്ല എന്നുള്ളതല്ലാതെ അതിൻ്റെ മന്ത്രിയെ ഒരു പത്രസമ്മേളനത്തിൽ വിളിച്ച് ഗ്രില്ല് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് സർക്കാരിൻ്റെ ആകെ കുഴപ്പമാണെന്നാണ് പറയുന്നത്. സർക്കാർ തന്നില്ല. അങ്ങനെ പറഞ്ഞ് 2400 കോടി രൂപ സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ട്, ഞാനെന്ത് ചെയ്യാനാണ്? ഭക്ഷ്യമന്ത്രി അതുപോലെ പറയും. ചിഞ്ചുറാണി എന്ന് പറഞ്ഞൊരു മന്ത്രിയെ കാണാനായിട്ട്
എന്താ ആരെയോ ആന ചവിട്ടി കൊല്ലുകയോ അങ്ങനെ എന്തോ ചെയ്തപ്പോഴാണ് ആ സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നത്. അല്ല, അവർ ഗ്ലോറിഫൈഡ് ആൾക്കാരാണ്. ചേച്ചി ഓർക്കുന്നില്ലേ മന്ത്രിയുടെ ഭാര്യ ലതാകുമാരി പറഞ്ഞത് എൻ്റെ ഭർത്താവ് കത്തെഴുതി മടുത്തു എന്ന്? അല്ല, അങ്ങനെ അത് ഈ കേരളത്തിൽ വളർത്തിയെടുത്തിരിക്കുന്ന ഒരു സംഗതിയാണ്. CPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യവാളന്മാരുടെ ഒരു പാർട്ടിയാണ്. അവർ പോലെ ഒരു ഇമേജ് അങ്ങനെയാണല്ലോ. അച്യുത മേനോൻ വിശുദ്ധൻ, PKV അതിവിശുദ്ധൻ. അത് പോയിട്ട് പിന്നെ വെളിയം ഭാർഗവൻ വിശുദ്ധൻ, CK ചന്ദ്രപ്പൻ വിശുദ്ധൻ, KES വിശുദ്ധൻ, പാന്യൻ രവീന്ദ്രൻ, കാനം രാജേന്ദ്രൻ ഏത് ഉപനിഷത്ത് എഴുതിയിട്ടാണ് ഇത്ര വലിയ മഹാനായതെന്ന് എനിക്കറിയാമില്ല. ഏതായാലും പുള്ളിയൊക്കെ വളരെ വിശുദ്ധന്മാരാണ് അവർ CPIക്കാർ. അത് ഇത് ഇങ്ങനെ ഒരു സ്ഥാപനത്തെ നിലനിർത്തുന്നത് ഈ മീഡിയയാണ്. ഒരിക്കലും അവർ CPI എക്സ്പോസ് ചെയ്യില്ല. ദാറ്റ് ഈസ് ബിക്കോസ് മെജോറിറ്റി ഓഫ് ദം ബിലോങ്സ് ടു AISF. അല്ല, ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിശദാംശങ്ങൾ ഏതാണ്ട് പുറത്തു വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ എത്ര തുക ആർക്കൊക്കെ കിട്ടി എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്തായാലും അതൊരു വലിയ കൊടുങ്കാറ്റൊന്നും ആകാൻ പോകുന്നു എന്ന് തോന്നുന്നില്ല. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഡിഫ്യൂസ്ഡ്. ഇവരുടെ ഡിസൈൻ ബൈ CPM, കപിൽ സിബൽ അല്ലെങ്കിൽ പ്രശാന്ത് ഭൂഷൺ, ഇവരുടെയൊക്കെ ഡിസൈൻ ഷൂ ആയിപ്പോയി. ഇനിയിപ്പോൾ ഇത് പുറത്ത് വന്നു എന്ന് തന്നെ വെച്ചു. ഇപ്പോൾ ഒരു 15 ദിവസത്തിനകം ഇന്നാർക്ക് കാശ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അതിലും വലിയ ഇഷ്യൂസിലേക്ക് തിരഞ്ഞെടുപ്പ് അങ്ങ് പോകും. അതെ അതെ, ഈ ഇഷ്യൂവും കെട്ടിപ്പിടിച്ചിരിക്കാനൊന്നും പറ്റില്ല. ഇതൊരു മെയിൻ ഇഷ്യൂ ആവില്ല. ആവാൻ ഒട്ട് മറ്റേ 2 പേര് സമ്മതിക്കുകയില്ല, നരേന്ദ്രമോദിയും അമിത്ഷായും. അവരിത് ഈ കാള വാലുപൊക്കുമ്പോഴേ അവർക്കറിയാമല്ലോ ഇതെവിടം വരെ പോവും, എന്തിനുള്ളതാണ് എന്നവർക്കും അറിയാം. ഞാൻ ഈ ഇടതുപക്ഷക്കാരോട് പറഞ്ഞു ഞാൻ തോറ്റു. ഞാൻ പറഞ്ഞു, നിങ്ങൾ നരേന്ദ്രമോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിച്ചോ, കള്ളമാണ്, പക്ഷെ നിങ്ങൾക്ക് വിളിക്കാം. ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനല്ലേ. ദുഷ്ടനാണ്, ക്രൂരനാണ്, വൃത്തികെട്ടവനാണ്, എന്ത് വേണമെങ്കിലും പറഞ്ഞു, ബുദ്ധിയില്ലാത്തവനാണെന്ന് പറയരുത്. ഇവരെ കാണിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അയാൾ പൊട്ടനാണ്, ബുദ്ധിയില്ലാത്തവനാണ്, ബുദ്ധിശൂന്യനാണെന്ന് പറഞ്ഞ് ഇവർ തന്നെ അങ്ങ് വിശ്വസിച്ചു. ഞാനൊരു കാര്യം മാത്രമേ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഇന്ത്യ മഹാരാജ്യത്തിൽ 2ാം തവണ പ്രധാനമന്ത്രിയാകുക, അതും നെഹ്റു കുടുംബത്തിൻ്റെ ഇതില്ലാതെ, സപ്പോർട്ട് ഇല്ലാതെ. ഇത് ചെയ്ത ആൾ ബുദ്ധിശൂന്യനാണെന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ഈ തിരിച്ചടി കിട്ടുന്നത്. ഇവർക്ക് അറിയില്ല മോദിയുടെ റേഞ്ച് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് അൺഇമാജിനബിൾ. അമിത്ഷായുടെ റേഞ്ച്, എഫിഷ്യൻസി അൺഇമാജിനബിൾ. ഞാൻ പറയും, 8 രാജ്യങ്ങളിലെ ടൂറും കഴിഞ്ഞിട്ട് ഒരു ജെറ്റ് ലാഗുമില്ലാതെ രാത്രി 12:30 മണിക്ക് വന്നിട്ട് പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉണ്ടല്ലോ, സെൻട്രൽ വിസ്റ്റ, ആ സെൻട്രൽ വിസ്റ്റയുടെ വർക്ക് സൂപ്പർവൈസ് ചെയ്തിട്ട് 1:15 മണിക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്ന ഒരു മനുഷ്യൻ്റെ സ്റ്റാമിന നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് യോഗം, ഇവരുടെ സ്ഥാനാർത്ഥി നിർണയം 3 മണിക്കാണ്. 3 മണി കഴിഞ്ഞ് പുലർച്ചെ 3 മണിക്ക് അത് കഴിഞ്ഞിട്ട് 8 മണിക്ക് പുള്ളി അടുത്ത ഭൂട്ടാനുമായിട്ടുള്ള ഡെലിഗേഷന് 8 മണിക്ക് സ്വീകരിക്കുന്നു. 9 മണിക്ക് ആ മനുഷ്യൻ ബംഗാളിൽ സന്ദേശ് ഖാലിയിലേക്ക് പറക്കുന്നു. ഇമാജിൻ ഹിസ് സ്റ്റാമിന, ഇമാജിൻ ഹിസ് ഇൻ്റലിജൻസ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ, കുഴപ്പമില്ല, പക്ഷേ ബുദ്ധിശൂന്യെന്ന് പറയരുത്. അതാണ് നിങ്ങളുടെ പരാജയത്തിന് കാരണം. അണ്ടർ എസ്റ്റിമേറ്റിംഗ് യുവർ എനിമി ഈസ് എ ഡേഞ്ചറസ് തിങ് ടു ഡു. എനിമിയുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കണം. അതിപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല. കോൺഗ്രസ് വിചാരിക്കുന്നത് KC വേണുഗോപാൽ ഉണ്ടയിട്ട് കഴിഞ്ഞാൽ മോദി എന്ന് പേടിക്കും. പ്രതാപൻ പറഞ്ഞില്ലേ, വിരൽ ചൂണ്ടി മുദ്രാവാക്യം വിളിച്ചു. ഏത് തെമ്മാടിക്കും അത് ചെയ്യാൻ മേലത്തെ? അതൊക്കെ വലിയ കാര്യമാണെന്ന് അവർ വിചാരിക്കുന്നത്. വിരൽ ചൂണ്ടി മുദ്രാവാക്യം വിളിച്ചാൽ പേടിച്ചു പോകും. ഞാൻ പറയട്ടെ, അമിത്ഷാ കൊലക്കേസിലാണ്, 302 കേസിലാണ്, എന്താ ഫേക്ക് എൻകൗണ്ടർ, ജയിലിൽ പോയി, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലിട്ടു. ജാമ്യാവസ്ഥയിൽ ഗുജറാത്തിൽ കാല് കുത്തരുതെന്ന് പറഞ്ഞു. ഗുജറാത്തിൽ പോയില്ല ആ മനുഷ്യൻ. ഹി വെൻ ത്രൂ ഓൾ ദീസ് സഫറിങ്സ്. മോദി CBIയുടെ മുമ്പിൽ ഹാജരായി, സുപ്രീം കോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുമ്പിൽ ഹാജരായി. ഈ 2 തവണ ഹാജരാകുമ്പോഴും അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയനെ, തോമസ് ഐസക്കിനെ പോലെ സമൻസ് ചലഞ്ച് ചെയ്ത് ഹൈക്കോടതി കയറുന്നിറങ്ങുന്ന പരിപാടിയില്ല പുള്ളിക്ക്. വരണം, വരാൻ ചേട്ടാ, എപ്പോഴാണ് വരണ്ടേ? നാളെ രാവിലെ. ആയിക്കോട്ടെ. 8 മണി, 8 മണി, 7 മണിയാക്കാവും, ആയിക്കോട്ടെ. ദിസ് വാസ് മോദി. ഈ മനുഷ്യനെ ബുദ്ധിശൂന്യം നിങ്ങൾ വിളിക്കരുത്. അങ്ങനെ അസാമാന്യ ബുദ്ധിയുള്ളവനാണ്. അതാദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ യുവമാർക്ക് സ്വല്പമെങ്കിലും ഗുണം പിടിക്കും. അല്ലെങ്കിൽ വട്ടപൂജ്യമായിരിക്കും ഇവരുടെയൊക്കെ പെർഫോമൻസ് അടുത്ത തെരഞ്ഞെടുപ്പിൽ.
ഏതായാലും ബോണ്ടിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നു. എന്താവും അനന്തരഫലമെന്ന് നമുക്ക് കാത്തിരുന്ന് ബോണ്ട കഴിഞ്ഞ് സുഖീൻ അതെ, അതെ. അപ്പം നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.